അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഇവിടെ താമസിച്ചാലോ? ഞാൻ ആ വാട്ടർഫോൾസ് കാണിച്ചു തരാം, ആരും ഞെട്ടരുത്. നമ്മൾ ഇനി എന്ത് ചെയ്യും? വരുന്നുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ നാളെ എവിടെ പോകുമ്പോഴാണ് അറിയാം, ഒരുപാട് നാച്ചുറൽ ആയിട്ട് സ്വിറ്റ്സർലാൻഡ് പോവാണ് ഗൈസ്. സ്വിറ്റ്സർലാൻഡ് പാക്ക് ചെയ്യാം. അല്ല, ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നതേ കുറെ നാളൊക്കെ കഴിഞ്ഞ് ഒരു ലൈക്ക് ഭയങ്കര സെറ്റിലൊക്കെ ആയതിനു ശേഷം വിചാരിച്ചിരുന്ന പ്ലേസസ് ആണത്. അതിനോട് ചുമ്മാ റാൻഡംലി പറയാണ് സ്വിസ് വേണോ പാരീസ് വേണോ എന്ന്. ഞാൻ നമ്മൾ നാളെ ഈവനിങ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മറ്റന്ന് എടാ നീ ബാക്കിൽ എന്ന് പറഞ്ഞാൽ കേക്കില്ല കേട്ടോ. ഇങ്ങനെ എടുത്താലാട്ടോ നമ്മൾ എന്തായാലും വീട്ടിലും എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. എനിക്ക് ആ ഒരു സങ്കടം ഉണ്ട്. എല്ലാവരും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നമുക്ക് എല്ലാ പ്ലേസസ് നമ്മൾ പോണ പ്ലേസസ് ഒക്കെ അതുപോലെ കാണിക്കാം ഇൻഷാല്ലാ. നാളെ നമ്മൾ സ്വപ്നം കണ്ട പ്ലേസ് ആണ് കാണാൻ പോകണം ഇൻഷാല്ലാ. ടെൻഷൻ ഉണ്ടോ? മോർണിംഗ് ഒരു 8 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇന്റർലാക്ക് എന്ന് പറഞ്ഞ പ്ലേസിലെത്തും ഇൻഷാല്ലാ. നമ്മളുടെ കൺമുന്നിലൂടെ നമ്മളുടെ ഊബാൻ ജസ്റ്റ് മിസ്സായി. ഇൻഷാല്ലാ ഒരു 5 minutes വെയിറ്റ് ചെയ്താൽ അടുത്ത ഊബാൻ കിട്ടും ഇൻഷാല്ലാ. സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കും. എന്താ അവസ്ഥ? തണുപ്പുണ്ടോ? തണുപ്പില്ല, നല്ല ചൂട്. നല്ല ചൂടാണല്ലേ? കിട്ടുന്നുണ്ടോ? സ്നോ കിട്ടുന്നുണ്ടോന്നല്ല ചോദിച്ചത്. കിട്ടില്ല. അവിടെ ഒന്നും ഇല്ല. ഞാൻ ഫോട്ടോ എടുക്കാം. നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ല. ഇവിടെ നിൽക്കുക. എന്നിട്ട് എവിടേക്കാ നമ്മള് പോകുന്നേ? വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നു. ഇതിന്റെ ഭംഗി കാരണം ഉണ്ടല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല, നമുക്ക് ആസ്വദിക്കാനേ തോന്നുന്നുള്ളൂ. കിട്ടുന്നുമില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗി വീഡിയോയിൽ കിട്ടാത്തപ്പോ നമുക്കൊരു ഹെലികോപ്റ്റർ എവിടെ കണ്ടാലും നമ്മൾ നോക്കുമല്ലേ. നമ്മൾ വന്നത് സ്റ്റൗബാക്ക് ഫോൾസ് കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് വന്നു. ഞാൻ ആ വാട്ടർഫോൾസ് കാണിച്ചു തരാം, ആരും ഞെട്ടരുത്, തകർന്നു പോകരുത്. നമ്മൾ ഓൾറെഡി തകർന്നു പോയി. കാരണം എന്തോരം നടന്നിട്ട് ഇവിടെ വരെ എത്തിയറിയോ ആണ് ആ പറയപ്പെടുന്ന വാട്ടർഫോൾസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രക്കും അറ്റത്തുണ്ടോ? ഇതിനെയാണ് ഈ വാട്ടർഫോൾസ് പറഞ്ഞത്. വെള്ളം ചാടുന്നുണ്ട്, അപ്പോൾ വാട്ടർഫോൾസ്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ആക്ച്വലി നമ്മൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ സ്റ്റൗബാക്കിൻ്റെ മീനിങ് തന്നെ ഡസ്റ്റ് സ്ട്രീം എന്തോ ആണ്. അതായത് നമുക്കൊരു സോളിഡ് സ്ട്രീമിന് പകരം ഒരു മിസ്റ്റ് പോലത്തെ എഫക്റ്റ് ആയിരിക്കും അത് താഴെത്തുമ്പോഴേക്കും കിട്ടുക. എന്ത് ചെയ്തേനല്ലേ. സോ ഫ്രം ലൗറ്റബ്രിണ്ടൻ നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡിലേക്കാണ്. ഈ സ്വിസ് ട്രിപ്പിൽ നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന പ്ലേസ്. കാക്ക താഴേണ്ടി വരും.
അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. നല്ല സീനറികൾ കാണുമ്പോൾ നമ്മൾ എടുക്കും, ഫോൺ എടുക്കും, അപ്പോൾ സീനറികൾ സ്റ്റോപ്പ് ആവും. കാര്യം നല്ല ഭംഗിയുള്ള പ്ലേസസ് ആണെങ്കിലും നമ്മൾ ഓട്ടം ടു വിൻ്റർ ട്രാൻസിഷൻ പീരീഡിൽ പോയതുകൊണ്ട് ആ ഒരു റിയൽ ബ്യൂട്ടി അങ്ങോട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിന് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് അൽഹംദുലില്ലാ നമ്മൾ നെക്സ്റ്റ് പോയത് ഗ്രിൻഡൽവാളിലേക്കാണ്. അവിടെയായിരുന്നു നമ്മൾ മനസ്സിൽ കണ്ട പ്ലേസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത്. നമ്മളിങ്ങനെ പറയായിരുന്നു കല്യാണം കഴിഞ്ഞ് നമ്മൾ ഹണിമൂൺ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചുമ്മാ വി വാസ് ജസ്റ്റ് ജോക്കിങ് നമുക്ക് സ്വിസ്സിൽ പോയാലോ എന്നൊക്കെ. ബട്ട് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് സീരിയസ്ലി വിചാരിച്ചിരുന്നില്ല. ആൻഡ് യാ, സോ ഗ്രേറ്റ്ഫുൾ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഒന്നുകൂടെ പൊക്കേണ്ടി വരും. പാലത്തിലാണ് ഇപ്പം അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് കറങ്ങി കളിക്കാം. ഇത് ചീപ്പ് വരുന്നത് വരൂല്ലെങ്കിൽ ട്രെയിന് പോകുന്നുണ്ട്. മലകൾ വണ്ടി ഇപ്പോൾ എടുക്കും കേട്ടോ. അത് ഐസും കട്ടായിട്ടുണ്ട്. എന്നിട്ട് വാ, ഇങ്ങനെ നടന്ന ശ്രമിക്കാം. നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. ഡ്രസ്സ് മാറ്റാൻ മറ്റേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലൊന്നുമില്ല, സോറി. നമുക്ക് അവിടെ ഇരിക്കാം. ഇതന്നെ ഈ മഞ്ഞിന്റെ കളികൾ, മഞ്ഞും കളികളാണ്. എന്നാ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ട് കേട്ടോ. കൈ ഏകദേശം തീരുമാനമായിട്ടുണ്ട് തോന്നുന്നു. എന്റെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒരു വകയായിട്ടുണ്ട്. ആണോ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. എന്നാ ഇവിടെ തീരുമാനം. കാര്യം പറയാലോ. പോവാൻ തോന്നുന്നില്ല. ഫുഡ് കഴിക്കാൻ, ഡ്രസ്സ് മാറ്റാൻ. അതല്ല ഉദ്ദേശം. നമുക്ക് ഇവിടെ താമസിച്ചാലോ? ഓ ആണോ? അതൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമുക്ക് ഇവിടെ സെറ്റായിട്ട് വെക്കാനൊക്കെ ആയിട്ട് വരാം. ഇവിടെ ചെയ്യും നമ്മളിന്ന് എന്ത് ചെയ്യും? വളരെ ചുറ്റും ആൽപ്സ് പർവ്വതനിരകൾ. ഇതെങ്ങനെയാ എങ്ങനെ എടുത്താമ്പോന്നാ പറയണേ? എറിഞ്ഞത് ഇവിടെയൊക്കെ ഇതാണ് കല്ലു. ഇരിക്കാനേ അതല്ലേ രസം. ഓ ഇതൊക്കെ എടുത്തല്ലോ. വെച്ചാലോ? സന്തോഷം ഓവറാവുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരാൾ എൻ്റെ പോളറോയിഡ് ക്യാമ യൂസ് ചെയ്ത്, അല്ല എൻ്റെ മീൻസ് ഇക്കാക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ആ ഫോട്ടോ നമുക്ക് എന്താവുമെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഇക്കാക്ക് എൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സി ദിസ് ഇസ് ദ ഫോട്ടോ. നമ്മൾക്ക് ഇതിന് പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ ഓക്കെ പ്രിന്റ് ഔട്ട് എടുത്തോളൂ. ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല, ഇപ്പൊ തന്നെ വരും. യാ ഇത് ഈ തണുപ്പത്ത് എന്താവോ എന്തോ, കുറച്ച് ചൂട് വേണം അല്ലേ? ഇതൊന്നും വരുന്നില്ല കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ അറിയിക്കാം. നമുക്ക് പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇത് എത്ര വർഷമായിരിക്കും നമ്മൾ വാങ്ങിയിട്ട്? 2 years, ഓൾമോസ്റ്റ് 2 years ആയി. പക്ഷെ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതും വേസ്റ്റായി. സി ദ റീസൺ ഇസ് ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തണുത്തിരിക്കുന്നതാണ് പ്രശ്നം. കുറച്ച് ചൂടുണ്ടെങ്കിലാണ് അത് വേസ്റ്റ് ആയി. ഞാൻ വീണു പോയി. ആ ഓക്കെ. ഞാൻ ഒറ്റക്ക് പാടാ. ഞാനൊരു നരനൊക്കെ എൻ്റെ ഇത് പിടിച്ചേക്ക് സൺഗ്ലാസ്. ഇത് ആവശ്യമില്ല, സണ്ണില്ലല്ലോ പിന്നെ എന്തിനാ. അപ്പം നമ്മൾ ഗ്രിൻഡൽ വേൾഡിൽ നിന്ന് തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് ഇന്റർലാക്കൻ. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഇന്റർലാക്കനിലാണ് നമ്മൾ. എൻ്റെ പൊന്നെ എനിക്കറിയില്ല എന്താ. ഇന്റർലാക്കനിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ലൗട്ടർ ബ്രുണ്ണൻ പോയി. അവിടെ നിന്ന് നമ്മൾ ഗ്രിൻഡൽ വാൾഡ് വന്നു. ഇത് ഇവിടെയാണ് അത്യാവശ്യം മുതലായത് കേട്ടോ. ലൗട്ടർ ബ്രുണ്ണൻ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഗ്രിൻഡൽ വാൾഡ് ഇന്റർലാക്കൻ പോകാൻ പോവാണ്. ഇനി അവിടെ എന്താണെന്ന് അറിയില്ല. ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വിട പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർലാക്കൻ ഓൾറെഡി വന്നപ്പം നല്ല ലേറ്റായി. പിന്നെ നമ്മൾ ബേണിൽ പോവും. ബേണിൽ ക്രിസ്മസ് മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്.